ഇംഗ്ലീഷ് ഫ്രണ്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. ചാപ്റ്റർ നെയിം ഈസ് എ റോബോട്ട് വിത്ത് എ വൈറസ്, റിട്ടൺ ബൈ പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൻ. എ റോബോട്ട് വിത്ത് എ വൈറസ് ഈസ് ദ സ്റ്റോറി ഓഫ് എ ബോയ് ആൻഡ് എ റോബോട്ട്. എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന് പറയുന്ന സ്റ്റോറി ഒരു ബോയിയുടെയും ഒരു റോബോട്ടിൻ്റെയും കഥ പറയുന്ന ഒരു ചാപ്റ്ററാണ്. It was a sunny morning. The vibrant golden sunlight danced across the streets. It cast warm hues upon the housetops. The air was crisp and refreshing. The sunbeams peeped into Ricky's room through the skylight. He was still in bed. He was a young boy of 11. It was a sunny morning. Sunny means bright with sunlight. അതൊരു തെളിഞ്ഞ പ്രഭാതമായിരുന്നു. The vibrant golden sunlight danced across the streets. Vibrant means full of energy and life. സ്വർണ്ണ നിറമുള്ള സൂര്യരശ്മികൾ തെരുവീഥികളിലെങ്ങും നൃത്തം ചെയ്തു. ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്പ് എന്ന് പറഞ്ഞാൽ ഈ സൂര്യപ്രകാശം വീടിൻ്റെ മുകൾക്ക് നിറം പകരുകയായിരുന്നു. മോർണിംഗ് എയർ വാസ് ക്രിസ്പ് ആൻഡ് റിഫ്രഷിംഗ്. ആ പ്രഭാതത്തിലെ കാറ്റ് വളരെ തണുത്തതും ശുദ്ധമായതുമായ കാറ്റായിരുന്നു. ദ സൺബീംസ് ദാറ്റ് പീപ്ഡ് ഇൻ ടു റിക്കീസ് റൂം ത്രൂ ദ സ്കൈലൈറ്റ്. സ്കൈലൈറ്റ് മീൻസ് എ വിൻഡോ സെറ്റ് ഇൻ എ റൂഫ്. വീടിൻ്റെ മുകൾ ഭാഗത്തായിട്ട് സൂര്യപ്രകാശം കടന്നു വരാൻ വേണ്ടി ഘടിപ്പിക്കുന്ന ജനാലകൾക്കാണ് സ്കൈലൈറ്റ് എന്ന് പറയുന്നത്. രശ്മികൾ ആ സ്കൈലൈറ്റിലൂടെ, ആ ജനാലകളിലൂടെ റിക്കിയുടെ റൂമിലേക്ക് പതുക്കെ എത്തി നോക്കി. ബട്ട് റിക്കി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. റിക്കി ഇപ്പോഴും ബെഡിൽ തന്നെയാണ്. അവൻ ബെഡിൽ തന്നെ കിടക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈ സ്റ്റോറിയിലെ ക്യാരക്ടറിൻ്റെ പേര് റിക്കി. ആൻഡ് ഹി ഈസ് 11-year-old ബോയ്. 11 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് റിക്കി. ആ പേജിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കൂ. അതിൽ നിന്ന് നമുക്ക് റിക്കിയുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയും. റിക്കിയുടെ സാധനങ്ങളെല്ലാം ആ മുറിയിൽ വാരി വലിച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാം. റിക്കി ലിവ്ഡ് ഇൻ എ ലവ്ലി ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് വിച്ച് ഹാഡ് എവറിത്തിങ് യു ക്യാൻ എവർ വാണ്ട്. ബട്ട് ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയുന്ന വേർഡ് മീൻ ചെയ്യുന്നത് ഹാവിങ് ഓർ ഇൻവോൾവിങ് വെരി മോഡേൺ ടെക്നോളജി. മോഡേൺ ടെക്നോളജി, നൂതന സാങ്കേതിക വിദ്യ ഉള്ള ഒരു വീടാണ്. അതായത് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വീടാണ് റിക്കിയുടേത്. അതിൽ മോഡേൺ ടെക്നോളജീസ് എല്ലാം ആ വീട്ടിലുണ്ട്. റിക്കി ലിവ്ഡ് ഇൻ എ ലവ്ലി ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് വിച്ച് ഹാഡ് എവറിത്തിങ് യു ക്യാൻ എവർ വാണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉള്ള, എല്ലാ മോഡേൺ ടെക്നോളജീസും ഉള്ള ഒരു വീട്ടിലാണ് റിക്കി താമസിക്കുന്നത്. ബട്ട് ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്. സ്ലോവൻലി മീൻസ് കെയർലെസ് ഓർ അൺടൈഡി. ഒരു അടുക്കും ചിട്ടയും ഇല്ലാത്തതിനെയാണ് സ്ലോവൻലി എന്ന് പറയുന്നത്. റിക്കിയുടെ സ്വഭാവത്തിൽ അവന് ഒരു അടുക്കും ചിട്ടയും ഇല്ല. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. എല്ലായിടത്തും വസ്തുക്കൾ വാരി വലിച്ചിടുക എന്നുള്ളതാണ് അവൻ്റെ സ്വഭാവം. ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ്സ് ഫ്രം ഓൾ കോർണേഴ്സ് ഓഫ് ദ ഹൗസ്. അവൻ്റെ അമ്മയുടെ ജോലിയാണ് എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളത്. പേജ് നമ്പർ 9 ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വൈ ആർ റിക്കീസ് ഹാബിറ്റ്സ് ഡിസ്ക്രൈബ്ഡ് ആസ് സ്ലോവൻലി? റിക്കിയുടെ സ്വഭാവത്തെ എന്തുകൊണ്ടാണ് സ്ലോവൻലി എന്ന് വിശേഷിപ്പിക്കുന്നത്? സ്ലോവൻലി എന്ന് പറയുന്നത് കെയർലെസ് ഓർ അൺടൈഡി. His habits are described as slovenly because he just threw his belongings all over the place. അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാം. ഹിസ് മദർ, ഹു വാസ് ദ മാനേജർ ഓഫ് എ ബാങ്ക്, ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ് ഫോർ വർക്ക്. ഷീ ആൾവേസ് ഹാഡ് വർക്ക് ഫോർ ലീവ്. റിക്കി, കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. റിക്കി, പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. റിക്കി, വാഷ് യുവർ ടിഫിൻ ബോക്സ്. Ricky, iron your t-shirt and trousers and so on, but he was always playing. Ricky's mother was the manager of a bank. റിക്കിയുടെ അമ്മ ഒരു ബാങ്ക് മാനേജറാണ്. ആൻഡ് ഷീ ഹാസ് ടു ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ് ഫോർ വർക്ക്.
ജോലിക്കായി അവർക്ക് രാവിലെ പോണം. ഓൾവേസ് ഹാഡ് വർക്ക് ഫോർ ലില്ലി. അവർക്ക് റിക്കിയുടെ കാര്യത്തിൽ എല്ലായ്പ്പോഴും ജോലിയാണ്. അഡ്വൈസസ് ടു ബി സിസ്റ്റമാറ്റിക്. എപ്പോഴും സിസ്റ്റമാറ്റിക്കായിട്ടിരിക്കാൻ അവൻ്റെ അമ്മ അവനെ ഉപദേശിക്കാറുണ്ട്. റിക്കി കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. റിക്കി, നീ നിൻ്റെ സ്കൂൾ ബാഗ് സ്റ്റഡി റൂമിൽ കൊണ്ടുപോയി വെക്കൂ. റിക്കി പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. റിക്കി, നീ നിൻ്റെ തുണി വാഷിംഗ് മെഷീനിലിടൂ. റിക്കി വാഷ് യുവർ ടിഫിൻ ബോക്സ്. റിക്കി, നീ നിൻ്റെ ടിഫിൻ ബോക്സ് കഴുകി വെക്കൂ. റിക്കി അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ്. നിൻ്റെ ട്രൗസറും ടീഷർട്ടും തേച്ച് വെക്കൂ, അയൺ ചെയ്തു വെക്കൂ. അങ്ങനെ നീളുന്നു ജോലികൾ. ഹി വാസ് ഓൾവേസ് പ്ലേയിങ്. പക്ഷേ റിക്കിക്ക് എപ്പോഴും കളിക്കണം എന്നൊരു ചിന്തയേ ഉള്ളൂ.